കല്യാണ ബിരിയാണിന്റെ അതേ ടേസ്റ്റിലുള്ള ഒരു ബിരിയാണി, അതും കുക്കറിൽ 20 മിനിറ്റ്സിൽ ട്രൈ കുക്കറിലൂടെ ചെയ്താലോ? ചിക്കൻ ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, നാട്ടിലുള്ളവരാണെങ്കിൽ 2 വിസിൽ അടിക്കണം. പിന്നെ അതിന്റെ ചിക്കൻ സ്റ്റോക്കും ചിക്കനും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. വേറൊരു കുക്കറിൽ അരിഞ്ഞു വെച്ച സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതും വെളിച്ചെണ്ണയിലാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് കുറച്ച് ചേർക്കാം. ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ചേർത്ത് അടച്ചു വെച്ച് സെറ്റാക്കി എടുക്കുക. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഗരം മസാല, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇട്ട് നമ്മുടെ ഒരു മസാല അതിലോട്ട് തട്ടി കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ചിക്കൻ സ്റ്റോക്കും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ആ വെള്ളം കുറച്ച് വറ്റിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ്, പഞ്ചസാര, ഇച്ചിരി മാത്രം പഞ്ചസാര, വിനാഗിരി ചേർത്ത് മിക്സ് ആക്കിയാൽ നമ്മുടെ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും മസാല. ചോറ് വേവിക്കുമ്പോൾ ഒരു 70% വേവിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അതിലോട്ട് നമ്മുടെ ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കാം, ഗരം മസാല ഇടാം, നമ്മൾ ഇഷ്ടം പോലെ അങ്ങ് ദമ്മിട്ട് വെക്കാം. മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ മല്ലിയില മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. ഈ ബിരിയാണിയുടെ സ്മെല്ലുണ്ടല്ലോ കിടിലനാണ് കേട്ടോ. അതുപോലെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ അതാ റൈസൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ആ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ അങ്ങ് വിളമ്പി അങ്ങ് കഴിച്ചാൽ മതി. പഞ്ചസാരയും മഞ്ഞൾപ്പൊടി ഒന്നും കൂടാൻ പാടില്ല, കറക്റ്റ് അളവിൽ തന്നെ ചേർക്കണം. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രം ട്രൈ ചെയ്താൽ മതി.